ഗൈസ്, ഇതാണ് കരിഞ്ഞു പോയ പുകയുമില്ല. കിഴങ്ങേന്നാണ് ഇത് കിളുത്ത് വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് കാണിച്ചു തരാവേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ചെടികളൊക്കെ ഇതിൽ നിന്ന് വേണമെങ്കിൽ പറയുവാണെങ്കിൽ ഞാനവിടെ തരാം കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ അകത്തോട്ട് ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ ചെടിയുടെ ഒരു ബിസിനസ് അങ്ങ് തുടങ്ങിയാലോ ഒന്ന്. അമ്മ വരും, മേടിക്കും, ചട്ടിക്കകത്ത് വെക്കും, കുറച്ചാൾ നോക്കും, കരിഞ്ഞു പോകും. അങ്ങനെ ആയിരുന്നു ആയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഗിവ് അവേയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ഇടുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കയ്യിലുള്ള നല്ലൊരു പ്ലാന്റ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു സബ്സ്ക്രൈബർ അയച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട്സ് ഇട്ടില്ലായിരുന്നു. ആ പ്ലാന്റാണിത്, അഡേനിയം. അത്യാവശ്യം നല്ല മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ തണ്ടൊക്കെ കുറച്ച് ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഇപ്പോഴേലും പ്ലാന്റ് ചെയ്തില്ലെങ്കിൽ ഇത് മൊത്തം അഴുക്കായി പോകും. നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്കപ്പം ടോട്ടൽ ഏകദേശം ഒരു 5 ചട്ടിയാണ് ഫില്ല് ചെയ്യാനുള്ളത്. അത്യാവശ്യം വേണ്ട മണ്ണ് ആദ്യം നമ്മൾ എടുക്കണം. നമ്മൾ മേടിച്ചുകൊണ്ട് വന്നതിൻ്റെ അകത്ത് 2 ചട്ടിക്ക് അടിയിൽ ഹോളില്ലായിരുന്നു. അത് നമുക്കൊന്ന് നൈസായിട്ട് ഇട്ട് കൊടുക്കാവേ. ചകിരിച്ചോറും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. എല്ലുപൊടിക്കകത്ത് കുറച്ച് വെള്ളം മിക്സ് ആയിട്ടുണ്ട്. പൊടി മാറി ലിക്വിഡായി കേട്ടോ. ഇപ്പം സാരില്ല, നമുക്കൊന്നെല്ലാം മിക്സ് ചെയ്തെടുത്ത് വെച്ചാൽ മതി. ഇന്നലെ ഒരു മഴ പെയ്ത്, ആ മഴയത്ത് ഇതെല്ലാം നനഞ്ഞ്. നമുക്കേ ഇതിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഈ വീഡിയോയിൽ നിങ്ങൾ ആകെപ്പാടെ കാണുന്നത് നമ്മൾ ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കുന്നതും അത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നതും മാത്രമല്ലേ ഉള്ളൂ. അത് മാത്രമല്ല കേട്ടോ, ചില ചെടിയൊക്കെ കരിഞ്ഞും പോകാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇതുണ്ട് ഈ കാണുന്ന ഈ ചട്ടി ഉണ്ടോ. ഈ ചട്ടി കാണുന്ന ഒരു പുകയും വലിയ ഇതൊന്ന് പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയതാണ്. സംഭവം ചീറ്റിപ്പോയി. നമുക്കതൊന്ന് മാറ്റി അവിടെ നമുക്കിത് ഈ കാണുന്ന CC പ്ലാന്റ് കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം. ഈ ചകിരിച്ചോറ് നമ്മൾ ചേർക്കുന്നതുകൊണ്ടുള്ള മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കത്തില്ല, നല്ലോണം വെള്ളം പൊക്കോളും. അതുപോലെ തന്നെ ചട്ടിക്കൊന്നും അധികം വെയിറ്റും വരത്തില്ല കേട്ടോ. ഈ സിമെൻറ്റ് ചട്ടിയൊക്കെ ആകുമ്പം ഓൾറെഡി അത്യാവശ്യം നല്ല കനമുണ്ട്. അതിൻ്റെ അകത്തോട്ട് മണ്ണ് മാത്രമായിട്ട് ഫില്ല് ചെയ്യുവാണെങ്കിൽ വെയിറ്റ് പിന്നെയും കൂടും, എടുത്ത് മാറ്റാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് അത്യാവശ്യം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഓരോ ചട്ടിയിലേക്ക് ആക്കാവേ. ഈ കാണുന്നതൊക്കെ 2-3 മാസം മുന്നേ വിത്തിട്ട് കിളിപ്പിച്ചെടുത്ത കേട്ടോ. ഇതെല്ലാം അതുപോലെ വിത്തിട്ട് കിളിപ്പിച്ചെടുത്ത. എൻ്റെ കുറച്ചുകൂടെ വിത്തുണ്ട്, നമുക്കിത് കഴിഞ്ഞിട്ട് അതും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ അഡീനിയത്തിൻ്റെ വിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കണ്ടിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റത്തെ എൻ്റെ ഷോർട്സ് എടുത്ത് നോക്കിയാൽ മതി, അതിൽ നമുക്ക് കാണാൻ പറ്റും. മണ്ണ് ചിലപ്പോൾ കുറച്ചും കൂടെ എടുക്കേണ്ടി വരുമായിരിക്കും എന്ന് തോന്നുന്നു. മടുത്തു കേട്ടോ, ഭയങ്കര വെയിലിവിടെ. ഇന്നലെ ഒരു മഴ പെയ്തായിരുന്നു, പക്ഷെ ഒരു കാര്യമില്ലായിരുന്നു. ഇതാണ് ഉള്ളതിൽ ഏറ്റവും വലിയ പ്ലാന്റ് കേട്ടോ. ഇതുപോലത്തെ ഒരെണ്ണം മേടിക്കണമെങ്കിലും അത്യാവശ്യം നല്ല പൈസയാവേ. എനിക്ക് തോന്നുന്നു നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കണം 10-150 രൂപ ഏറ്റവും കുറഞ്ഞത് ഒരെണ്ണത്തിന് കൊടുക്കണമെന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഇതിൻ്റെ അകത്തോട്ട് ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ചെടി മൊത്തത്തിലങ്ങ് അഴുക്കായിപ്പോവും. പിന്നെ ഇതൊക്കെ അത്യാവശ്യം ഫ്ലവറിങ് ആവാറായ പ്ലാന്റാണ്. എനിക്ക് തോന്നുന്നു ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം ഫ്ലവർ ആയിക്കോളും എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ വേരെയൊക്കെ ഒന്നും കുഴപ്പമില്ല. ഇതിൻ്റെ ഇലയൊക്കെ പോയി, പക്ഷേ ഇലയെല്ലാം വന്നോളൂ. ഇവിടുന്ന് പുതിയ ഇത് ഓൾറെഡി വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ചെറിയ പ്ലാന്റാണ്, ഇതും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ 2 എണ്ണം നമുക്കിതിൻ്റെ കൂടെ തന്നെ വെച്ചേക്കാം, അല്ലാതെ ആ ചെറിയ ചട്ടിക്കകത്തിരുന്നാലേ പിന്നെ വളരത്തില്ല. നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴേ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഈ കോഡെക്സ് എന്ന് പറയുന്ന ഈ ഭാഗം, അതായത് ഇതിൻ്റെ ഈ തായ്തണ്ട്, ഇത് നമ്മൾ ഒത്തിരി താക്കാൻ പാടില്ല. ഇത് അത്യാവശ്യം മണ്ണിൻ്റെ മേളിലായിട്ട് നിൽക്കണം. ഇതിൻ്റെ ഈ വേര് മാത്രം മതി താഴോട്ട് പോകുന്നത്, എന്നാൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഗിവ് അവേയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ അകത്ത് ഏകദേശം കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ട്, റേറ്റും കാര്യങ്ങളുമൊക്കെ. സത്യം പറഞ്ഞാൽ വന്നതിൽ ഒന്നുപോലും കറക്റ്റായിട്ടുള്ള റേറ്റ് വന്നിട്ടില്ല. നിങ്ങളൊന്നുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യും. കറക്റ്റായിട്ട് ഇടുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കയ്യിലുള്ള നല്ലൊരു പ്ലാന്റ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ആദ്യത്തെ പ്ലാന്റ് നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ, ഇതുണ്ടോ, ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പ്ലാന്റ് ആണ്. കൊക്കോപീറ്റ്, അതായത് നമ്മൾ ഈ ചകിരിച്ചോറ് ചേർക്കുമ്പോഴത്തേക്കേ മണ്ണ് മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ നേരത്തെ ചെടിയൊക്കെ വെച്ചോണ്ടിരുന്നത്. അങ്ങനെ ചെടി വെക്കുന്നതിൻ്റെ അത്ര ഒരു ബുദ്ധിമുട്ടില്ല. ഇത് കുറച്ചും കൂടെ സിമ്പിളാണ്. അത് സ്കിപ്പ് ചെയ്ത് പോലെ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ കരിഞ്ഞ ബൊഗെയിൻവില്ലയുടെ കമ്പ് അവിടെ നിന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഇവിടുന്ന് കുറച്ച് ഈ CC പ്ലാന്റ് കുറച്ച് നമുക്ക് അവിടെ വെക്കാനുണ്ട്. അപ്പം നമ്മുടെ രണ്ടാമത്തെ അഡീനിയവും സെറ്റായിട്ടുണ്ട്. ഈ പ്ലാന്റ് വെക്കുന്നതിന് മുന്നേ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഓവറായിട്ട് നീണ്ടു പോയിട്ടുണ്ട്. നമ്മൾ ഒരു പ്ലാന്റ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ സാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീല ലിക്വിഡ് ഉണ്ടല്ലോ, അത് തേക്കാൻ മറക്കല്ല്. എൻ്റെ കയ്യിൽ ഇവിടെ ഇരുന്നത് കാണുന്നില്ല, കാണാതെ പോയി. നിങ്ങൾ കട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് തേക്കാൻ മറക്കല്ല്, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഫംഗസ് കയറാൻ സാധ്യതയുണ്ട്. ഇത് ഈ കട്ട് ചെയ്ത പീസ് വേസ്റ്റ് അല്ല, ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വെക്കാം. ഈ അഡേനിയം പ്ലാന്റിനെ ശരിക്കും പറഞ്ഞാൽ മരുഭൂമിയിലെ റോസാപ്പൂ എന്ന് പറയുന്ന ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചട്ടി റെഡി ആയിട്ടുണ്ടേ. ഈ പ്ലാന്റൊക്കെ ഇങ്ങനെ നിൽക്കാൻ നോക്കണ്ട, ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം നല്ല ലെവലിലാവും. ഇതൊക്കെ ചെറിയ പ്ലാന്റാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഒന്നും ഈ കോഡക്സിന് വലിപ്പമില്ലാത്ത. അതുപോലെ തന്നെ ഈ വേരൊക്കെ മറ്റുള്ള ഈ കാണുന്ന പ്ലാന്റ് പോലെ ആദ്യം പൊക്കിയല്ല വെച്ചേക്കും, താത്തിയാണ് വെച്ചേക്കും. ഇതൊന്ന് കുറച്ചൊരു 3-4 മാസം കഴിയുമ്പോൾ വലുതാവും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം ഒന്നുകൂടെ റീപ്പോർട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ 5ാമത്തെ, പണ്ടൊക്കെ ഇതുപോലെ ഈ മണ്ണിൻ്റെ അകത്ത് കൈ ഇടാണ്ടൊരു മടിയായിരുന്നു കേട്ടോ. കയ്യെ ചെളി പറ്റുമെന്നൊക്കെ ഉള്ളൊരു മൈൻഡായിരുന്നു. പിന്നെ ഇതിനോടൊക്കെ ഒരു താല്പര്യം തോന്നി തുടങ്ങിയപ്പം ഇതൊന്നൊരു പ്രശ്നമല്ലാതായി. നമ്മുടെ ഈ കാണുന്ന 2 പ്ലാന്റ് ഉണ്ട്. ഇത് നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട, ചെറിയ പ്ലാന്റാണ്, ഒന്ന് വലുതാക്കി എടുത്ത് വെച്ചാൽ മതി. അത്യാവശ്യം സെറ്റായി വന്ന, വേരൊക്കെ പിടിച്ചു വന്ന ഇതുണ്ടല്ലേ. ഇത് നമുക്ക് തൽക്കാലം ഈ പ്ലാന്റിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കണം. ഒന്ന് കുറച്ച് വലുതായിട്ട് നമുക്കൊരു വലിയ ചട്ടിയിലേക്ക് മാറ്റാവേ. നല്ലോണം വേരൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ചട്ടിയിൽ നിന്ന് മാറ്റേണ്ട സമയം പണ്ടേ കഴിഞ്ഞോ, അല്ലെങ്കിൽ ഇതൊക്കെ നേരത്തെ കുറച്ചുകൂടെ വലുതായേനെ. ഇത് നമുക്ക് ഈ ചട്ടിയിലോട്ട് തൽക്കാലം കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തെല്ലാം കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ. മണ്ണ് തീരെ കുറവാണ്. നമുക്കിതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇടാം. നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചിരുന്ന 2 ചെടിയാണ് ഈ കാണുന്നത്. ഒന്നിതും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അതിവിടെ ഈ കാണുന്നത്. ഇത് രണ്ടും അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സ് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കരിഞ്ഞു പോയ ബൊഗെയിൻവില്ലയുടെ ഒരു ചട്ടി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് ആ ചട്ടിയിൽ നിന്ന് ആ കമ്പെടുത്ത് മാറ്റിയിട്ട് അവിടെ നമ്മൾ ഈ കാണുന്ന CC പ്ലാന്റ് പിടിപ്പിക്കാൻ പോവാം. ഇതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അടയിൽ നിൽപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ നിൽപ്പുണ്ട്. ഇത് കിളുത്ത് വന്നോളും. ഇത് ഭയങ്കര സിമ്പിളാണ് ഈ അടയിനെ ആക്ച്വലി ഫിറ്റ് ചെയ്ത് ശരി വളർത്തിയെടുക്കാനായിട്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വലിയ പാടൊന്നുമില്ല. അടുത്തായിട്ട് ഇതൊന്ന് ശരിയാക്കി എടുക്കാം. പിന്നെ ഈ ചെടിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിഴങ്ങേന്നാണ് ഇത് കിളുത്ത് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇതിൻ്റെ എല്ലാ അടിയിലും വേര് വന്നേക്കുന്നുണ്ടോ. ഇതൊരു ഒടിഞ്ഞു പോയ ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ. ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ 3 വില്ലന്മാരുണ്ടല്ലോ, 2 വില്ലത്തി 1 വില്ലനും. അതിൽ 2 വില്ലത്തിമാർ നശിപ്പിച്ച ചെടിയായിരുന്നു കേട്ടോ ഇത്. അത് ഈ കാണുന്നതാണ്. ഇതുണ്ട് ഇതിൻ്റെ സീഡ് നല്ല കിഴങ്ങ്. ഇതേ നിന്നാണ് ഇത് പൊട്ടി മുളച്ച് വരുന്നത്. ഇതൊക്കെ ചുമ്മാ കുത്തി വെച്ചാൽ മതി, കിളുത്ത് വരും. നമ്മളിത് കടയിലൊക്കെ പോയി മേടിക്കണമെങ്കിൽ എനിക്കൊന്ന് 100-300 രൂപയാവും. ഗൈസ്, ഇതാണ് കരിഞ്ഞു പോയ ബൊഗെയിൻവില്ല. ഇത് എന്ത് പറ്റിയാന്ന് എനിക്കറിയത്തില്ല, സംഭവം ശരിയായില്ല. ഇത് മാറ്റിയേക്കാം.
നമുക്കിത് മാറ്റിയിട്ട് ഈ മണ്ണിൻ്റെ കുഴപ്പമാണോ അതോ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ മണ്ണ് നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ഇനി മണ്ണ് നിറയ്ക്കാവേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് നമ്മളൊരു സാധനം ഇടും. അതാണ് ഈ ചെടിയുടെ ഭാവിയെ തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകം കേട്ടോ. അത്യാവശ്യം മണ്ണ് നിറച്ചിട്ടുണ്ട്. നമുക്കിനി ഈ കിഴങ്ങ് മണ്ണിൻ്റെ അടിയിൽ നിൽക്കുന്ന പോലെ കുഴിച്ചിടാം. ഇതിങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് പുതിയ പുതിയ കമ്പുകളൊക്കെ പൊട്ടി മുളച്ച് വന്നോളും കേട്ടോ. പിന്നെ ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ക്ഷമയാണ്. നമ്മൾ ഇന്ന് വെച്ചാൽ നാളെ പൂ കാണാനോ അല്ലെങ്കിൽ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നതൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ ഈ സീസണിൽ ഇപ്പം നമ്മൾ കടയിലൊക്കെ പോകുമ്പോഴത്തേക്കും ബൊഗെയിൻവില്ലയും ഇതെല്ലാം നല്ല പൂവായിട്ട് നിൽക്കുന്ന കണ്ട് നമ്മൾ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് വെച്ച് ചട്ടിയൊക്കെ മാറ്റി അടിപൊളിയാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല പൂവൊക്കെ ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ ഈ പൂവെല്ലാം പോവും. കുറച്ചെന്ന് പറഞ്ഞാൽ 1-2 മാസത്തിനുള്ളിൽ തന്നെ ഈ പൂവെല്ലാം പോവും. അത് പോയി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ പൈസ പോയല്ലോ എന്നാ ചെയ്യുമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഇക്കൊല്ലം മേടിക്കുന്ന ചെടി ഒരിക്കലും നമ്മൾ ഇന്ന് കാണാനോ നാളെ കാണാനോ വേണ്ടി മേടിക്കുന്നതല്ല. നമ്മളൊരു വർഷം കഴിയുമ്പം അടുത്ത ഈ ബൊഗെയിൻവില്ലയുടെ അല്ലെങ്കിൽ ഒരു സമ്മർ ടൈം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി മനസ്സിലാകത്തുള്ളൂ. നമുക്ക് ഇക്കൊല്ലത്തേക്ക് നോക്കണ്ട, അടുത്ത കൊല്ലം അടിപൊളിയായിരിക്കും ഈ ചെടിയെല്ലാം നിൽക്കുന്ന കാണാൻ. 2 കമ്പ് കൂടെ ഇവിടെ കൊടുത്തേക്കാം. ആക്ച്വലി ഈ CC പ്ലാന്റ് എന്ന് പറയുന്നത് മറ്റുള്ള നമ്മൾ നേരത്തെ നട്ട ഈ അഡീനിയം ബൊഗെയിൻവില്ലയൊക്കെ പോലെ അധികം വെയിൽ വേണ്ട കേട്ടോ. നമ്മളധികം വെയിൽ കൊള്ളാത്തൊരു തണലത്ത് നോർമലായിട്ടുള്ള സ്ഥലത്ത് വെച്ചാൽ മതി. കിളുത്ത് നല്ലോണം വന്നോളും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെല്ലാം വളം ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കാണുന്ന ചെടിയെ നമ്മൾ സ്ഥിരം ചെടിയൊക്കെ മേടിക്കാറുള്ള കടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്ന കേട്ടോ. ഇത് ശരിക്കും 10-80 രൂപ വിലയുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ പേര് മെലസ്റ്റോമയോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. മുട്ടിട്ട ചെടിയാണേ. ഇത് നമുക്ക് മാറ്റി വെക്കാൻ സമയമായി. ഇത് DAP ആണ് കേട്ടോ. ഇത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, DAP ഇടുമ്പോൾ ഒരിക്കലും പ്ലാന്റിൻ്റെ ഈ തണ്ടയിൽ കൊള്ളാൻ പാടില്ല കേട്ടോ. അതായത് സ്റ്റെമ്മയിൽ തട്ടാൻ പാടില്ല. അത് ഒത്തിരി കൂടിപ്പോകാനും പാടില്ലേ, ചെടിയെല്ലാം കരിഞ്ഞു പോവേ. എല്ലാം കുറച്ചുകൂടെ ഒന്ന് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ ചെടിയൊക്കെ മേടിച്ചിട്ട് ചുമ്മാ ചട്ടിയിലോട്ട് വെച്ചാൽ പോരാ കേട്ടോ. ശരിക്കും നമ്മൾ വളമിട്ട് കൊടുക്കണം. നേരത്തെ ഞാൻ മേടിച്ചിരുന്ന ചെടിയെല്ലാം ചുമ്മാ വരും, മേടിക്കും, ചട്ടിക്കകത്ത് വെക്കും, കുറച്ചാൾ നോക്കും, കരിഞ്ഞു പോകും. അങ്ങനെ ആയിരുന്നു ആയിക്കൊണ്ടിരുന്നത്. നമ്മൾ കറക്റ്റായിട്ട് വളമിട്ട് കൊടുക്കണം. വളം ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇങ്ങനത്തെ ചെടിയൊന്നും വളരത്തില്ല. നമ്മളിപ്പം നമ്മുടെ നാട്ടിൻ പ്രദേശത്തുണ്ടായിരുന്ന സാധാരണ ചെടികളായിരുന്ന ചെമ്പരത്തിയും ചെത്തിയൊക്കെ ആണെങ്കിൽ അതൊക്കെ വളമൊന്നും വേണ്ട, മണ്ണിൻ്റെ അകത്ത് ഒഴിച്ച് വെച്ച് മണ്ണിൽ നിന്ന് അത്യാവശ്യം വേണ്ട വിറ്റാമിനും മിനറൽസും ഒക്കെ എടുത്താൽ നല്ലോണം വളരും. ഇങ്ങനത്തെ ചെടികളൊന്നും ഒരിക്കലും അങ്ങനെ വളരത്തില്ല. നമ്മൾ വേണ്ട വളം എല്ലാം ഇട്ട് കൊടുക്കണം. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ ചെടിയുടെ ഒരു ബിസിനസ് അങ്ങ് തുടങ്ങിയാലോ എന്ന്. ചുമ്മാ ഈ ഓൺലൈനിലൊക്കെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ചെടിയൊക്കെ ചുമ്മാ എടുത്ത് ഇട്ടാലോ എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ചെടികളൊക്കെ ഇതിൽ നിന്ന് വേണമെങ്കിൽ പറയുവാണെങ്കിൽ ഞാൻ അവിടെ തരാം കേട്ടോ. ഫ്രീ ആയിട്ടല്ല, വിലയ്ക്ക്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പരിപാടിന്ന്. അതായത് ഈ മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇതിൻ്റെ അകത്തെല്ലാം ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ആൾക്കാരാണ് വീട്ടിൽ തന്നെ. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളരുന്ന ചില ചെടികളൊക്കെ ചട്ടിക്കകത്തോട്ടാക്കി മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാം ഭംഗി കൂടുക. ഇഷ്ടംപോലെ ആൾക്കാർക്ക് വേണം. മണ്ണ് കാശ് കൊടുത്ത് മേടിക്കുന്ന കാലഘട്ടം ഇത്. പണ്ട് പറമ്പിൽ ഇതെല്ലാം മണ്ണെടുത്തായിരുന്നു എല്ലാവരും ചെടിയും അതും ഇതും എല്ലാം പിടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് വരെ കാശ് കൊടുത്ത് മേടിക്കുക. അങ്ങനത്തെ ഒരു സാഹചര്യമായി. പിന്നെ ആൾക്കാർക്ക് പൊതുവെ ചെടികളോടുള്ളൊരു ഇഷ്ടം കൂടി. ആരെങ്കിലുമൊക്കെ കാണിക്കുന്ന കാണുമ്പോഴത്തേക്കും എല്ലാവർക്കും അതുപോലെയൊക്കെ ചെയ്യണമെന്നൊരു തോന്നൽ വരും. നമുക്കിതിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടേ നമുക്കിതൊന്ന് ഒതുക്കാം. നമ്മുടെ ആദ്യത്തെ ചട്ടി നമുക്ക് ഇവിടെ വെക്കാവേ. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം വെയിലൊക്കെ കിട്ടിക്കോളൂ. ഈ പില്ലറയിലിരുന്ന നേരത്തെ ചെടിയാണ് ആ സൈഡിലോട്ട് നമ്മളെടുത്ത് വെച്ച്. ഇതാ നേരത്തെ അവിടെ ഇരുന്ന് ചെറിയൊരു കമ്പ് കുത്തി വെച്ച കേട്ടോ. നല്ല രസമുണ്ടായി കാണാൻ. കുറച്ചുകൂടെ വലുതായിക്കോളൂ. അപ്പോൾ ഈ ചട്ടി ചിലം പൊട്ടി കേട്ടോ. എനിക്കൊന്ന് കൊണ്ടുവന്ന വഴിക്ക് പൊട്ടിയതായിരിക്കും. ഇതും കൂടെ നമുക്കിവിടെ കൊടുക്കാം. പക്ഷെ ഇതിങ്ങനെ വെച്ചാണ്ടില്ല, ഇതെന്ന് വീഴുന്ന വെള്ളം നേരെ ഇതിൻ്റെ അകത്തോട്ട് വീഴുന്നത്. റൗണ്ടിലെ ചെറിയ ചട്ടി ഒന്നുകൂടി ഉണ്ട്. നിങ്ങൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും ഓരോ കമൻറ്റും എനിക്ക് ഭയങ്കര പ്രചോദനമാണ്.
ഇനിയിപ്പോൾ നമ്മുടെ ഉള്ള ഒരു CC പ്ലാന്റ് മാത്രം, ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത്. ഈ കാണുന്ന CC പ്ലാന്റ് ഇവിടെ കൊടുക്കാവേ. നമ്മുടെ കയ്യിലേ ഒരു റോസയുണ്ട്, കുറച്ച് നാളായി മേടിച്ചിട്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് മുട്ടത്തോടൊക്കെ ഇട്ട് ഇതിന് നല്ലൊരു വളം കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നൽകണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നിടം വരെ ബൈ.